ഒരിക്കൽ ഒരു ടാക്സി ഡ്രൈവറും യാത്രക്കാരനും ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ ആരൊക്കെയോ കാത്തു നിൽക്കുകയാണ്. കാത്തു നിൽക്കുന്നതിനിടയിൽ അംഗവൈകല്യമുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ഈ യാത്രക്കാരനോടും ഈ ടാക്സി ഡ്രൈവറോടും ഭിക്ഷ ചോദിക്കുകയാണ്. ഈ യാത്രക്കാരൻ തൻ്റെ പേഴ്സിൽ നിന്നും ഉചിതമായൊരു തുകയെടുത്ത് ഈ ഭിക്ഷ ചോദിച്ച ഈ അംഗവൈകല്യമുള്ള വ്യക്തിക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ അംഗവൈകല്യമുള്ള വ്യക്തി ഈ ടാക്സി ഡ്രൈവറിൻ്റെ അടുത്ത് ഭിക്ഷ ചോദിക്കുകയാണ്. പക്ഷേ ഈ ടാക്സി ഡ്രൈവർ ഒരിക്കലും ഇദ്ദേഹത്തിന് ഒരു പൈസ കൊടുക്കുകയോ അദ്ദേഹത്തോട് ഒന്നും മറുതലിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ഈ യാത്രക്കാരൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ ടാക്സി ഡ്രൈവർ ഈ വ്യക്തിക്ക് പൈസ കൊടുക്കാത്തത്? പക്ഷെ അദ്ദേഹം ഒന്നും പറയാനൊന്നും പോയില്ല. ഇവർ കാത്തു നിന്ന വ്യക്തി വന്നു. ഇവർ ആ ഗേറ്റിൻ്റെ മുൻവശത്ത് നിന്നും ടാക്സി ഓടിച്ച് ഇവർ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ യാത്രക്കാരൻ യാത്രയ്ക്ക് ആയ തുക ഈ ടാക്സി ഡ്രൈവറിന് കൊടുക്കുകയാണ്. ആ തുക കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് പൈസ തിരിച്ചു കൊടുക്കാൻ ചേഞ്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ചേഞ്ച് വാങ്ങിക്കാനായിട്ട് ഇദ്ദേഹം തിരിച്ച് യാത്രക്കാരനോട് ചോദിച്ചു, ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. ഈ യാത്രക്കാരൻ്റെ പൈസയ്ക്ക് ചേഞ്ച് കൊടുക്കാൻ, തിരിച്ച് ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടി ഈ ടാക്സി ഡ്രൈവർ ആ വണ്ടിയിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള കടയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് ഈ യാത്രക്കാരൻ ശ്രദ്ധിക്കുക, ഈ വണ്ടി ഓടിച്ചിരുന്ന ടാക്സി ഡ്രൈവർ ഒരു അംഗവൈകല്യം സംഭവിച്ച ഒരാളാണ്, കാലില്ലാത്ത ഒരാളാണ്. അപ്പോഴാണ് ഈ യാത്രക്കാരന് ഒരു കാര്യം മനസ്സിലായത്. കാരണം നേരത്തെ അംഗവൈകല്യമുള്ള ഒരാൾ ഭിക്ഷ ചോദിച്ചപ്പോൾ, കൈയില്ലാത്ത ആ വ്യക്തി ഭിക്ഷ യാചിച്ചപ്പോൾ പൈസ കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ഇങ്ങനെയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ രണ്ട് തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ഒന്നാമത്തെ തീരുമാനം, എല്ലാം നഷ്ടമായി, ഇനി ഒരു രക്ഷയില്ല, ഞാൻ ഈ വിഷമത്തിൽ തന്നെ ജീവിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കാം. നമ്മളിൽ പലരും എടുക്കുന്ന തീരുമാനം അങ്ങനെയാണ്. ജീവിതത്തിലൊരു സങ്കടം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ബന്ധങ്ങളിൽ തകർച്ച നേരിടുമ്പോൾ ഈ വേദനകളിൽ തന്നെ ഞാൻ ജീവിക്കും എന്നുള്ളൊരു തീരുമാനം നമുക്കെടുക്കാം. ആദ്യത്തെ തീരുമാനം ഇങ്ങനെയാണ്, നമ്മളിൽ പലരും എടുക്കുന്ന തീരുമാനമാണ്. രണ്ടാമത്തെ തീരുമാനം ഇങ്ങനത്തെ തീരുമാനമല്ല, അതൊരു ശ്രേഷ്ഠമായ തീരുമാനമാണ്. ഏത് തകർച്ചകളിലും വേദനകളിലും ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കും എന്നുള്ളൊരു തീരുമാനം. ആരൊക്കെ എന്നെ തകർക്കാൻ നോക്കിയാലും, ആരെല്ലാം എന്നെ വേദനിപ്പിച്ചാലും അതിൽ നിന്നുമെല്ലാം ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചും കൂടി അധ്വാനിച്ച് ഞാൻ ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ളൊരു തീരുമാനം. ഈ തീരുമാനം വളരെ അർത്ഥവത്തായ ശ്രേഷ്ഠമായ തീരുമാനമാണ്. അതെടുക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമായ ഒരു അവസ്ഥയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ആർക്കും പറ്റും. പക്ഷേ ഒത്തിരി വേദന നിറഞ്ഞൊരു സാഹചര്യത്തിൽ, ഒത്തിരി തകർച്ചകൾ നേരിട്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഇനിയും കഷ്ടപ്പെടും, ഞാൻ ഇനിയും അധ്വാനിക്കും, എൻ്റെ ജീവിതത്തിൽ ഇനിയും നേടിയെടുക്കാൻ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടെന്നുള്ള തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള തീരുമാനമെടുത്തവരാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ ഓരോരുത്തരും ചില വേദനകളിലൂടെയും ചില സങ്കടങ്ങളിലൂടെയും ചില തകർച്ചകളിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും. ഒന്നാമത്തെ തീരുമാനം എടുക്കുന്നവരാണോ നമ്മളിൽ പലരും? അതോ രണ്ടാമത്തെ തീരുമാനം എടുക്കുന്നവരോ? പലരും ഒന്നാമത്തെ തീരുമാനം എടുക്കുന്നവരാണ്. ഇനി എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവിതത്തിന് ഒരു വിജയമില്ല, ഇത് തീരുമാനം എടുക്കുന്നവരാണ്. രണ്ടാമത്തെ തീരുമാനമാണ് ശ്രേഷ്ഠമായ തീരുമാനം. ഈ വേദനയിൽ നിന്നും ഈ തകർച്ചയിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് ഞാൻ ഇനിയും നന്നായിട്ട് കഷ്ടപ്പെടും, അധ്വാനിക്കും, ആത്മവിശ്വാസത്തോടെ പൊരുതും. അങ്ങനെ തീരുമാനമെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. തീരുമാനം നിങ്ങളുടേതാണെന്ന് ചിന്തിക്കണം. വേദനകളിലും സങ്കടങ്ങളിലും തന്നെ ഇരുന്ന് വർഷങ്ങളോളം കരഞ്ഞു തീർക്കാൻ നമുക്ക് പറ്റും. പക്ഷേ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാൻ, കഷ്ടപ്പെടാൻ ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ളവന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആത്മവിശ്വാസം നേടിയെടുക്കുന്നവരാകാൻ, തീരുമാനങ്ങൾ എടുക്കുന്നവരാകാൻ, ജീവിതത്തെ വിജയിപ്പിച്ച് കാണിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ.